Hello, hi, welcome everyone. Innathe topic. See, there are a lot of topics, and I'm honestly getting confused. But I picked for today ഒന്ന് നമ്മുടെ ഈ ബിൽ C2 എന്ന് പറഞ്ഞൊരു ബില്ല് കനേഡിയൻ പാർലമെൻറ്റിൽ ഇവിടുത്തെ പബ്ലിക് സേഫ്റ്റി മിനിസ്റ്റർ ഐ തിങ്ക് ഇറ്റ് വാസ് ജൂൺ 2 ഹി പ്രസൻറ്റഡ് ദാറ്റ് ബിൽ. അത് കനേഡിയൻ ഇമിഗ്രേഷനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ ചർച്ച ചെയ്യാം. കൂടാതെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി അദ്ദേഹത്തിന് ഈ ഇവിടുത്തെ കനഡയിൽ ആൽബർട്ടയിൽ നടക്കാൻ പോകുന്ന G7 സമ്മിറ്റിലോട്ട് ക്ഷണിച്ചിരുന്നില്ല. അതിനെപ്പറ്റി ഒരുപാട് ഡിസ്കഷനൊക്കെ ഇന്ത്യൻ മീഡിയയിലും മറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ മിസ്റ്റർ കാർണിയും ഇൻവൈറ്റഡ് മിസ്റ്റർ മോഡി ടു അറ്റൻഡ് ദ G7 സമ്മിറ്റ് ഇൻ ആൽബർട്ട. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം ബിൽ C2. ഈ ബിൽ C2 എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ജൂൺ 2 പബ്ലിക് സേഫ്റ്റി മിനിസ്റ്റർ പ്രസൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പബ്ലിക് സേഫ്റ്റി മിനിസ്ട്രി ആക്ച്വലി കൺട്രോൾസ് ദ ബോർഡർ ഓഫ് കാനഡ. CBS എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് അത് വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ദോ ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇമിഗ്രേഷൻ, ഇറ്റ്സ് നോട്ട്. ഇമിഗ്രേഷൻ ഇസ് എ ഡിഫറെൻറ്റ് മിനിസ്ട്രി, CBS ഇസ് എ ഡിഫറെൻറ്റ് മിനിസ്ട്രി. ഇപ്പം കനേഡിയൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് ഈ CBSA. IRCC എന്ന് പറഞ്ഞ ഇമിഗ്രേഷൻ റെഫ്യൂജി ഡിവിഷനാണ്. അപ്പം ഈ ഇവരുടെ രണ്ടുപേരുടെ റോൾ ഡിഫറെൻ്റ് ആണ്. ഈ IRCCൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അപ്രൂവിങ് ദ വിസാസ്, അപ്രൂവിങ് ദ PR, അപ്രൂവിങ് ദ സിറ്റിസൺഷിപ്പ്, ഇതൊക്കെയാണ് IRCCൻ്റെ റോള്. ഈവൻ ടെമ്പററി, പെർമനൻറ്റ്, എവറിത്തിങ്. വേറാസ് CBSA ഡിസൈഡ്സ് who will be permitted inside Canada and who will be allowed to live in Canada or who has to be deported from Canada. ഇതൊക്കെ CBSൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് ലാൻഡ് ബോർഡർ ആയാലും നമ്മുടെ എയർപോർട്ട്സ് ആയാലും എല്ലാ പോർട്ട് ഓഫ് എൻട്രിയിലും CBSA ഓഫീസേഴ്സാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് ഈ കനേഡിയൻ കസ്റ്റംസിലിരിക്കുന്ന ഓഫീസേഴ്സ് പാർട്ട് ഓഫ് CBSA. This morning, I introduced Bill C2, the Strong Borders Act. The bill updates existing laws to bolster our response to national and economic security threats while enhancing the integrity and fairness of our immigration system. Of course, there's elements that will strengthen the relationship with the United States. There are a number of elements in the bill that have been irritants for the U.S., so we are addressing some of those issues, but it's not exclusively about the United States. It's also about ensuring that our immigration system, for example, the integrity of our immigration system is strengthened. അദ്ദേഹം അതിൽ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇമിഗ്രേഷനെ ബാധിക്കും ഞാൻ പറയാം. ഒന്ന്, CBSA ഗെറ്റ്സ് ലോട്ട് ഓഫ് പവർ നൗ. IRCC അപ്രൂവ് ചെയ്താലും CBSAക്ക് വേണമെങ്കിൽ ആരുടെ വിസ ക്യാൻസൽ ചെയ്യാം. CBSAക്ക് ആർക്കും പെർമിഷൻ എൻട്രി ചെയ്യാനില്ല, കനഡയ്ക്ക് എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ നോ പറയാം. പിന്നെ കനഡയിൽ നിന്ന് ആര് വേണമെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യാം. അതിൻ്റെതായ ലോജിക്കൽ റീസൺ അവർക്ക് ഒരുപാട് പവർ കൊടുത്തിരിക്കുകയാണ് ഇപ്പം. അപ്പം കൂടാതെ ഈ IRCC അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത ആൾക്കാരെ തന്നെ CBSAക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കാം. അതായത് മിനിസ്റ്റേഴ്സ് ഇൻ്റർഫറൻസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ തിങ്സ് ആർ നോട്ട് ഗോയിൻ ടു ബി ഈസി. എവിടെയെങ്കിലും കറപ്ഷനോ ഫ്രോഡോ സ്കാമോ എന്തെങ്കിലുമൊക്കെ മിസ്റെപ്രസെൻറ്റേഷനോ എന്തൊക്കെയൊക്കെ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പെക്ട് CBS ടു ഗെറ്റ് ഇൻവോൾവ് ആൻഡ് മേക്കിംഗ് തിങ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദാറ്റ് പേഴ്സൺ. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ വിസിറ്റർ വിസ എടുത്തു ഒരുപാട് ഫേക്ക് ഡോക്യുമെൻ്റ് ഒക്കെ വെച്ചിട്ട്. ഇപ്പോൾ അതിനുശേഷം അവർ പിന്നെ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് മനസ്സിലായാൽ CBSA can cancel that visa even when you are in the plane or maybe before you board, or once you enter Canada they can just refuse your entry. അതുപോലെ തന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് കനഡിയൻ ഇമിഗ്രേഷനിൽ ഇപ്പോൾ ഒരുപാട് പേര് ഈയിടെയായിട്ട് യൂസ് ആൻഡ് മിസ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഓപ്ഷനായിരുന്നു അസൈലം ക്ലാസ്. കാനഡ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലെ വാർ സോൺ കൺട്രീസ് നിന്നൊക്കെ ആൾക്കാരെ റെഫ്യൂജി ആയിട്ട് കൊണ്ടുവരുന്ന കൂടാതെ കാനഡയിൽ വന്നിറങ്ങിയവർക്കും എയർപോർട്ടിലൊക്കെ വെച്ച് ക്ലെയിം ചെയ്യാം. കാനഡയിൽ വന്നിറങ്ങിയതിന് ശേഷം ക്ലെയിം ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസൊക്കെ എനിക്ക് തോന്നുന്നു മോർ ദാൻ 5,000 സ്റ്റുഡൻസ് ക്ലെയിം പ്രൊട്ടക്ഷൻ ജസ്റ്റ് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2025. അപ്പം ദ നമ്പർ ഓഫ് ടോട്ടൽ പ്രൊട്ടക്ഷൻ ക്ലെയിംമെൻറ്റ് വെൻറ്റ് അപ്പ് ടു സം 28,000 ഓർ സം വെരി എക്സോർബിറ്റൻറ്റ് നമ്പർ. അതായിരിക്കണം ഇത് ഒരുപാട് പേര് ഇത് മിസ്യൂസ് ചെയ്യുന്നുള്ള കനഡിയൻ ഗവൺമെൻറ് ബോധ്യമായതോടെ ഇപ്പോൾ വന്ന പുതിയ ബിൽ പ്രകാരം ഈ ജൂൺ 3 ശേഷം ആര് അപ്ലൈ ചെയ്താലും
if they entered Canada after July 24th of 2020 and they lived here at least a year, that application will not be eligible for hearing. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവരുടെ അപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു സ്ഥിതി തന്നെ ആയി. കനേഡിയൻ ഗവൺമെൻറ് മുമ്പൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്തവരെ IRCC ഇത് റെഫ്യൂജി പ്രൊട്ടക്ഷൻ ഡിവിഷനിലോട്ട് ആപ്ലിക്കേഷൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പാസ് ചെയ്യുന്നു. ഇനി അത് നടക്കില്ല. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്താൽ തന്നെ ഈ പറഞ്ഞ ജൂൺ 24, 2020 ശേഷം വന്നവരെ കാര്യം പറഞ്ഞിട്ട് അവർ ഇനി അപ്ലൈ ചെയ്താൽ തന്നെ അവരുടെ അപ്ലിക്കേഷൻ ഡയറക്റ്റ്ലി IRCC വിൽ സെൻഡ് ടു PRA എന്ന് പറഞ്ഞാൽ PRRA, പ്രീ റിമൂവൽ റിസ്ക് അസസ്മെൻറ്റ്. ദിസ് ഈസ് അഗെയിൻ ഹാൻഡിൽഡ് ബൈ CBSA, ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡർ പോലീസ്. ഈ ബോർഡർ പോലീസിൻ്റെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ ദേ വിൽ മേക്ക് എ ക്വിക്ക് ഡിസിഷൻ ഓഫ് 90% നോ, ബിക്കോസ് PRRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 to 3% ഓൺലി അപ്രൂവൽ ചാൻസ്. നല്ലൊരു ശതമാനം കേസിലും റെഫ്യൂസ് ആവും ആൻഡ് ദേ വിൽ ബി ഡിപ്പോർട്ടഡ്. അപ്പോൾ അത് കനേഡിയൻ ഇമിഗ്രേഷനിൽ ഈ അവസാനമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ പിടിച്ചു നിൽക്കാനുള്ളൊരു കച്ചിത്തുരുമ്പ് എന്നൊക്കെ പറയുന്നില്ല, അതായിരുന്നു അസൈലം. അതും കൂടി ആ ഡോറും കൂടി ക്ലോസ് ആയെന്ന് പറയാം. കൂടാതെ USA നിന്ന് കാനഡയ്ക്ക് വന്നിട്ട് ഒരു 14 ഡേയ്സിനകത്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ US കാനഡ ഈ തേർഡ് സേഫ് കൺട്രി അഗ്രിമെൻറ്റ് പ്രകാരം കനേഡിയൻ ഗവൺമെൻറ് അവരെ തിരിച്ച് USA അയക്കുമായിരുന്നു. പക്ഷേ 14 ഡേയ്സ് കാനഡയിൽ വന്നതിന് ശേഷം 14 ഡേയ്സ് അവർ ഒളിച്ചിരുന്നു. 14 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ കാനഡ വാസ് അക്സെപ്റ്റിംഗ് ദോസ് ക്ലെയിംസ്, ബട്ട് അത് നോ മോർ. ഇനിയിപ്പം 14 ഡേയ്സ് കഴിഞ്ഞാലും 14 ഡേയ്സിനുള്ളിൽ എന്തായാലും കാനഡ ഈസ് നോട്ട് ഗോയിങ് ടു എൻ്റർടൈൻ ദെയർ ഇമിഗ്രേഷൻ കേസ്. ഇറ്റ് വിൽ ബി അഗെയിൻ ഈദർ ദേ വിൽ ബി ഡിപ്പോർട്ട് ടു US ഓർ ഇറ്റ് വിൽ ബി പാസ്ഡ് ഓൺ ടു PRA, വിച്ച് ഈസ് CBSA. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം തന്നെയാണ്, ഉറപ്പാണ്. മിക്കവാറും അവർ റെഫ്യൂസ് ചെയ്തിട്ട് ആളെ ഡിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതും അവിടെ തീർന്നു. പിന്നെ ഇപ്പോൾ ഈ 3 ചേഞ്ചും, അതായത് ബോർഡർ കൺട്രോൾ, റെഫ്യൂജി പ്രൊട്ടക്ഷൻ ഇൻസൈഡ് കാനഡ ആൻഡ് ഓൾസോ ദി റെഫ്യൂജീസ് ഓർ പീപ്പിൾ മൂവിങ് ഫ്രം US ടു കാനഡ, 3 അവിടെ കവേർഡായി. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അമേരിക്കൻ ഗവൺമെൻറ് പ്രശ്നം കൂടി ഒത്തിരി ഉണ്ട്. കാരണം കാനഡയിൽ വന്നിട്ട് ഒരുപാട് പേര് കാനഡ വഴി അമേരിക്കക്ക് പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ ഇവിടെ വരാൻ വളരെ ഫിൽറ്റേഡായിട്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവർ ഇങ്ങോട്ട് വരാൻ വിടത്തുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയാൽ പോലും അതിലെന്തെങ്കിലും ഫ്രോഡുലന്റ് ഡോക്യുമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ദേ ആർ ഗോയിങ് ടു ക്യാൻസൽ ഇറ്റ് ബിഫോർ ഈവൻ യു ബോർഡ് ഓർ എൻ്റർ കാനഡ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് G7 സമ്മിറ്റിലോട്ട് വരാം. G7 സമ്മിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും മിസ്റ്റർ മോഡി, Prime Minister of India, you know that Canada and India relationship was not at all going well for at least last 2 years, especially during Trudeau's time. But അതിൽ മെയിനായിട്ടുള്ളൊരു കാരണം നമ്മുടെ ഈ പിന്നെ ഖലിസ്ഥാനി അല്ലെങ്കിൽ അവരുടെ പർട്ടിക്കുലർ പീപ്പിൾക്ക് കാനഡ കൊടുത്തിരുന്ന ഒരുപാട് സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ കാനഡയിൽ അവരുടെ ലീഡർ കൊല്ലപ്പെട്ടതും അതിൻ്റെ പിറകിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെന്നൊക്കെയുള്ള കനേഡിയൻ ഗവൺമെൻറ് കണ്ടെത്തിയതും അത് ഇന്ത്യൻ ഗവൺമെൻറ് അതിൽ ഇൻവോൾവ്മെൻ്റ് ആണെന്നുള്ള അലിഗേഷൻസ് ഒക്കെയാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇപ്പം കിടക്കുന്നില്ല. ബട്ട് പിന്നെ ജഗ്വീന്ദർ സിംഗ് എന്ന് പറഞ്ഞൊരു പാർട്ട്ണർ പാർട്ടി, NDP പാർട്ടി, കഴിഞ്ഞ ട്രൂഡോൻ്റെ പാർട്ടിയുടെ സപ്പോർട്ടിങ് പാർട്ടിയായിരുന്നു. അപ്പോൾ അവർ ജോയിൻ്റ്, അതായത് ഒരു കൊളീഷ്യൻ ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അന്ന് ജഗ്വീന്ദർ സിംഗിനെ ട്രൂഡോയ്ക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആൻഡ് ജഗ്വീന്ദർ സിംഗ് ഈസ് എ ഹാർഡ് കോർ, പുള്ളി ഖലിസ്ഥാൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പല കാര്യത്തിലും ഇന്ത്യൻ ഗവൺമെൻറ്റായിട്ട് റിലേഷൻ വളരെ മോശമാകുന്നതിന് കാരണമായി. ബട്ട് അതൊക്കെ മാറി ഇപ്പം മിസ്റ്റർ കാർണി വന്നതോടെ എന്തായി, കാർണിയുടെ അപ്രോച്ചൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാർണി ഈസ് നോട്ട് ജസ്റ്റ് ബ്ലൈൻഡ്ലി ഫോളോയിങ് വാട്ട് ട്രൂഡോ വാസ് ഡൂയിങ്. മാത്രമല്ല ലക്കിലി കാർണി ഡസൻ നീഡ് ടു ഡിപ്പെൻഡ് ഓൺ ജഗ്മീത് സിംഗ്. കാരണം ജഗ്മീത് സിംഗ് ഈ ഇലക്ഷനോടെ പുള്ളിയുടെ കംപ്ലീറ്റ് കാറ്റ് പോയി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീസ് നോ മോർ ഇമ്പോർട്ടൻറ്റ്. ലിബറൽസ് അലോൺ ഈസ് നൗ റൂളിങ് കാനഡ. അപ്പം കാർണിക്ക് ഒരുപാട് പവർ ഉണ്ട്, ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഫൈനലി ഈ ആദ്യം G7 സബ്മിറ്റിന് മോഡിജിയെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും പിന്നെ ഈ ഡിസിഷൻ മാറ്റേണ്ട കാരണം ഞാൻ കേട്ടത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ മിസ് അനിത ആനന്ദ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഷീ പ്ലേഡ് എ മേജർ റോൾ ദെയർ. കാരണം കാനഡയെ സംബന്ധിച്ച് ഇന്ത്യയെ പോലുള്ളൊരു സ്ട്രോങ്, ഒരു 5th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡിനെ ഇഗ്നോർ ചെയ്യുന്നത് കാനഡക്കും മോശമാണ്. അപ്പം ഞാൻ ആദ്യം മുമ്പേ കാറിന് വന്നപ്പോൾ സൂചിപ്പിച്ച മാതിരി ഈ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ ഫ്യൂച്ചറിൽ നന്നാവാനുള്ളൊരു സാധ്യത കൂടി ഇതുകൂടി നമുക്ക് കാണാം, പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു സബ്മിറ്റ് ചെയ്യുന്നതോടെ ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകുന്ന പറയുന്നത്. കാരണം ഇന്ത്യൻ്റെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടും മറ്റുള്ള ഈ പറഞ്ഞ ഖലിസ്ഥാൻ സപ്പോർട്ട് ഇഷ്യൂ പല കാര്യങ്ങളിലും കനേഡിയൻ ഗവൺമെൻറ് ഇന്ത്യയായിട്ട് ഡിസ്കഷൻ നെഗോഷിയേഷൻസ് ഉണ്ടാകുമെന്ന് പറയണു. അപ്പോൾ അതുകൂടെ സ്വാഭാവികമായിട്ടും അതൊക്കെ കുറച്ചൊരു പോസിറ്റീവായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് എങ്കിലും വന്നാൽ അത് മൊത്തത്തിൽ
കാനഡയിൽ ഇന്ത്യക്കാർക്കും കാനഡയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കൊക്കെ അത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയൊക്കെ ഈ കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. സോറി, എൻ്റെ ഈ കൈൻ്റെ ഫ്രാക്ചർ ഇത് ടെന്നീസിൽ കളിക്കുന്ന സമയത്ത് ഒന്ന് വയസ്സ് മറിഞ്ഞ് കളിച്ചപ്പോൾ ഒന്ന് വീണ് പോയതാണ്. അപ്പോൾ അത് ശരിയാകുമ്പോൾ 2 ആഴ്ചത്തോളം ഇതിൽ കിടക്കും. അത് എനിക്കാണെങ്കിൽ കൈ മൂവ് ചെയ്തിട്ട് മാത്രമേ സംസാരിച്ച ശീലമുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി ലാസ്റ്റ് പറയാൻ വിചാരിച്ചത്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് അണ്ടിൽ ഐ കം ബാക്ക് വിത്ത് അനദർ യൂസ്ഫുൾ ആൻഡ് ഇൻഫർമേറ്റീവ് വീഡിയോ. എനിക്കിപ്പോൾ ഓൾറെഡി ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും മറ്റ് ഇമെയിൽസൊക്കെ വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഓരോ സബ്ജക്റ്റ് പിക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതിലാണ് കൂടുതൽ. എനിക്ക് പറയാൻ ഇഷ്ടമുള്ളത് നിങ്ങൾ കേൾക്കുന്നതിൽ നല്ലത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് കമൻറ്റ് ആൻഡ് പ്ലീസ് ഷെയർ. ഓക്കെ, താങ്ക് യു, ബൈ.